ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്നോട് വന്നിട്ടുള്ളത് ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് 25 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തു. ഇതൊന്ന് മെൽറ്റ് ആയപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ 3 സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടിത് ഒന്ന് വഴറ്റി എടുക്കാം. ഇത് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് വഴറ്റിയെടുക്കണം. ഇടയ്ക്ക് മാത്രം ഇതൊന്ന് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിതിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി നമുക്കിത് ചൂടാറുന്നിടം വരെ മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 250 ഗ്രാം ചിക്കൻ ഇട്ട് കൊടുക്കുക. ഈ ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്തു. ഇനി ഇത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ സവോള ചെയ്തതുപോലെ തന്നെ ഞാൻ 2 തക്കാളി ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റാം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ആ പാൻ ഒന്ന് ചൂടാക്കി എടുക്കാം. ആ പാൻ ചൂടായപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ബട്ടറും വളരെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഈ ജാറിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന സവോളയും തക്കാളിയും ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ കുതിർത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് അരിഞ്ഞത് ഇതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 3 പച്ചമുളക് 2ആയി കീറിയതും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിരിക്കുന്ന സവോളയുടെയും തക്കാളിയുടെയും അണ്ടിപ്പരിപ്പിൻ്റെയും മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിനകത്തേക്ക് ക്രീമാണ് ചേർക്കേണ്ടത്. ഏത് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം. 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രീം എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായി ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും.